കേരളം പിടിക്കാൻ ഒരു മുഴം മുന്നേ തന്ത്രങ്ങളൊരുക്കി UDF. ജനുവരിയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കും. ഫെബ്രുവരിയിൽ പ്രകടന പത്രിക പുറത്തിറക്കും. PV അൻവറിനും CK ജാനുവിനും അസോസിയേറ്റ് അംഗത്വം. UDFിലേക്ക് അപേക്ഷ നൽകിയിട്ടില്ലെന്ന് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ. ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് അടിത്തറയില്ലെന്ന് PJ ജോസഫ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ തുടരുന്നു. മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം സ്വദേശി ഷിബുവിന്റെ ഹൃദയം മാറ്റിവെക്കുന്നത് നേപ്പാൾ സ്വദേശിക്ക്. തിരുവനന്തപുരത്ത് നിന്ന് ഹൃദയം കൊച്ചിയിലെത്തിച്ചത് എയർ ആംബുലൻസിൽ. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്കെതിരെ മാർട്ടിൻ അപ്ലോഡ് ചെയ്ത വീഡിയോ പ്രചരിപ്പിച്ച 3 പേർ അറസ്റ്റിൽ. വീഡിയോ അപ്ലോഡ് ചെയ്തവർ ഡിലീറ്റ് ചെയ്യണമെന്നും പോലീസിന്റെ നിർദ്ദേശം. നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ ലഹരിമരുന്നു കേസിൽ പോലീസിന് തിരിച്ചടി. ഷൈൻ ലഹരി ഉപയോഗിച്ചെന്ന പരിശോധനയിൽ തെളിയിക്കാനായില്ല. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികളായ മുഹമ്മദ് ഷാഫിക്കും ഷിനോജിനും വീണ്ടും പരോൾ. വർഷാവസാനം നൽകുന്ന സ്വാഭാവിക പരോളെന്ന് അധികൃതർ. ജമ്മുകശ്മീർ അതിർത്തിയിൽ വീണ്ടും ഭീകര സാന്നിധ്യം. ജെയ്ഷെ മുഹമ്മദിന്റെ 9 ഭീകരവാദ കേന്ദ്രങ്ങൾ സജീവം. അന്താരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന് പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് അതിർത്തി രക്ഷാസേന. ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ഇന്ത്യ ന്യൂസിലാൻഡ് സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യത്തിലേക്ക്. 2026 പകുതിയോടെ ഒപ്പിടും. അടുത്ത 5 വർഷം കൊണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഇരട്ടിയാക്കും. കരാർ യാഥാർത്ഥ്യമാകുന്നത് 9 മാസം നീണ്ട ചർച്ചകൾക്ക് പിന്നാലെ.